എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കോളിഫ്ലവറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും കോളിഫ്ലവർ 65 ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ സീസൺ കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് എന്ന് പറയുമ്പോൾ കോളിഫ്ലവർ ഇങ്ങനെ പൂക്കളായിട്ട് അടർത്തിയിട്ട് കഴിഞ്ഞാൽ അളന്നെടുക്കാൻ ഇച്ചിരി പാടാണ്. എങ്കിലും ഒരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കപ്പ് നന്നായിട്ട് നിറച്ചിട്ട് 2 കപ്പാണ് ഞാനിവിടെ ഇതുപോലെ ചെറിയ പൂക്കളായിട്ട് അടർത്തിയെടുക്കണം കേട്ടോ, ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇതിനേക്കാൾ ചെറുതാക്കാം, ഇതേപോലെയും അടർത്തിയെടുക്കാം, അല്ലെങ്കിൽ വലിയ സൈസ് ആയിട്ടും ഇടാം കേട്ടോ. ഇതിന് 2 കപ്പോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ വരും കേട്ടോ, ഇതിനകത്ത് ചേർക്കുന്ന പൊടികൾക്ക്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 2 കപ്പോളം കോളിഫ്ലവർ അടർത്തിയത് കഴുകി, അത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി എടുത്ത് വെച്ചതാണ്. അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് നാരങ്ങ നീരാണ്. അത് നിങ്ങളുടെ പുളി അനുസരിച്ച് ചേർത്തോളൂ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് എടുത്തത്. ഇത് ഒരുപാട് അങ്ങനെ പുളിയുള്ളൊരു ഫുഡ് ഇതല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് ചേർക്കണ്ട. എനിക്ക് ഈ ഒരു പുളി കറക്റ്റായിരുന്നു. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വേണ്ടത് നമുക്ക് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ കോൺഫ്ലവറാണ്. കോൺഫ്ലവറും 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ അരിപ്പൊടി, നമ്മുടെ നോർമൽ അരിപ്പൊടി, അരി പൊടിച്ചിട്ട് വറുത്തെടുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ്. ഏത് അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതും 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അളവ് മെഷർമെൻറ്റ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പൊടികളൊക്കെ 2 ടേബിൾ സ്പൂണാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അതിൻ്റെ മെഷർമെൻറ്റ്. ചില വീഡിയോൻ്റെ ഞാൻ മറന്നു പോകാറുണ്ട്, എന്നാലും ഞാൻ ഓർക്കുമ്പോൾ ഞാൻ അതിൻ്റെയും ഏതെങ്കിലും അങ്ങനെ വിട്ടുപോയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കണേ. നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പൊടികളുടെ ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് അങ്ങനെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ, ഉപ്പിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലവർ നമ്മൾ കഴുകി കുറേ സമയം ആയതാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഇപ്പം തന്നെ കഴുകിയെടുത്താട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണം പാകത്തിനാക്കി എടുത്താൽ മതി. ഒരുമിച്ച് കുറേ വെള്ളം ഒഴിക്കാണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം, അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒരു രീതിയിൽ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. ഇതുപോലെ എല്ലാം ആ പൊടികളൊക്കെ ഇതുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കണം. ഇനി എങ്ങനെ വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തോളം ആവശ്യം വന്നോളൂ. എങ്ങാനും ഇനിയും വെള്ളം കൂടിപ്പോയാൽ തന്നെ കുറച്ച് മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടിയുടെ അളവ് ഓരോ ടേബിൾ സ്പൂൺ കൂടി കൂട്ടാട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് ഇങ്ങനെ മൈദയും കോൺഫ്ലവറും ഒക്കെ പിടിച്ചിരിക്കുമ്പോൾ അത് ഒരു സുഖമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു ബജി പോലെ ആയി പോകും. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് മാറ്റി വയ്ക്കാം. കാരണം ആ കോളിഫ്ലവറിലേക്ക് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു 1 അവർ കഴിയുമ്പോൾ ഇതിനെ നമുക്ക് വെളിച്ചെണ്ണയിലോ ഓയിലിലോ ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അതും നല്ല ടേസ്റ്റ് ആയിരിക്കും തരിക. അപ്പോൾ ഞാൻ അതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ചിക്കനൊക്കെ വറുത്തെടുത്തൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ സാധനം കോളിഫ്ലവർ ആണെങ്കിലും അതിൻ്റെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തികച്ചും ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും എനിക്കങ്ങനെ വലിയ ടേസ്റ്റിൽ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നല്ലതാണ് രണ്ടും. അപ്പോൾ ഒന്ന് ടേസ്റ്റ് വ്യത്യാസം വേണമെന്ന് തോന്നുന്നവർക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം ചേർക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് 1 അവർ റെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വയ്ക്കാം. അതിന് ശേഷം കാണാം. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ ഏകദേശം 1 അവർ ഞാൻ മാറ്റി വെച്ചത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലും വയ്ക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ പുറത്ത് തന്നെ വെച്ചിരുന്നത്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഇതിനെ വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാനായിട്ട്. പിന്നെ എണ്ണ ചൂടാക്കാൻ വച്ചിട്ട് കുറച്ച് സമയമായി. എണ്ണ നന്നായിട്ട് ചൂടായി. ഞാനതിനെ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു ലോ ടു മീഡിയത്തിൽ, ഞാൻ ഇപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയേക്കണത്. കാരണം ഈ ചീനച്ചട്ടിക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടണ വശം തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് കോരുന്നതിന് മുന്നേ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് കോരി എടുത്താൽ മതി. പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുമിച്ചെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കട്ടയിട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം അങ്ങോട്ട് ഇങ്ങോട്ട് തൊടാത്ത രീതിയിൽ വേണം ഇതിന് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ വറുത്ത് കഴിഞ്ഞ് നല്ല കളർ വന്നു കഴിയുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. നല്ല കരികരിപ്പോടുകൂടി തന്നെയാട്ടോ അത് ഇരിക്കണതും. അപ്പോൾ ഈ എണ്ണയുടെ ഒരു ചൂട് ഇങ്ങനെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. തീർത്തും എണ്ണ ചൂടാവാണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രയും ക്രിസ്പായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ തീ ഒന്ന് കൂട്ടി വെക്കുകയാണ്. എന്നിട്ട്